ഇപ്പോൾ നമുക്ക് അഭിജിത്ത് മുഴക്കുന്നുകൂടി ഈ പ്രദേശത്തുണ്ട്. ഈ അഭിജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? കാര്യം ഇപ്പോൾ തന്നെ ദുരന്തത്തിൽ 76 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി മരണം താങ്ങാനുള്ള കരുത്ത് നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ നടുങ്ങി നിൽക്കുകയാണ് ഈ അപകടത്തിൽ. പറയൂ. SKN ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഏറ്റവും ഒടുവിലെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത്. അവിടെ വലിയ രീതിയിൽ ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്കിന്, ചൂരൂൽമല പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കൂടിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നിലവിലൊരു സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ രീതിയിൽ വെള്ളം കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. നമ്മളെ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ സംഘം, രക്ഷാപ്രവർത്തനത്തിൽ പോകുന്ന സംഘം, NDRF സൈന്യം ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. അവർ നിലവിൽ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തെ തന്നെ ദുഷ്കരമാക്കുന്ന രീതിയിൽ ചൂരൂൽമലയിലെ പുഴയിലെ വെള്ളം ആ രീതിയിൽ കുത്തിയൊലിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. അവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ മുണ്ടക്കൈ ഭാഗത്ത്, അതായത് ചൂരൂൽമലയ്ക്കപ്പുറത്ത് മുണ്ടക്കൈയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ആ ചൂരൂൽമലയ്ക്കപ്പുറം കടന്നു കിട്ടാനുള്ള ശ്രമകരമായ ഒരു ദൗത്യത്തിൽ തന്നെയാണ് നിലവിൽ ഈ രക്ഷാസംഘമുള്ളത്, രക്ഷാസേനയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ ആ ഭാഗത്ത്, അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു കാര്യം പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെയുള്ള ഒരു മദ്രസയിലേക്ക് 4ഓളം മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ അത് തന്നെയാണ് നിലവിലുള്ളത്. ആശങ്കയുണ്ടാക്കുന്ന, നൊമ്പരമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് മുണ്ടക്കൈയിൽ നിന്നും ചൂരൂൽമലയിൽ നിന്നും നിലവിൽ വരുന്നത്. അതിൽ കാഠിന്യമേറ്റിക്കൊണ്ടാണ് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യം, ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് നിലവിൽ സേനയുടെ ഭാഗത്തു നിന്ന് തുടരുന്നത്. അതിൽ നിലവിൽ ഒരു വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ ഈ കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിക്കുന്ന പുഴയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ രീതിയിൽ വളരെ രൗദ്രഭാവം പൂണ്ട് ഈ ചൂരൂൽമല പിന്നെയും കുത്തിയൊലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നിലവിൽ കാണാനായി സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ മലയിൽ വീണ്ടും ഉരുൾപൊട്ടിയോ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഏതായാലും നമ്മൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്ന് നിലവിൽ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ആ ഭാഗത്ത് നമ്മൾ ഉണ്ടായിരുന്നു. അവിടെ ഫയർഫോഴ്സും NDRF-ഉം സൈന്യവും ഉൾപ്പെടെ എത്തി, നാട്ടുകാരുൾപ്പെടെ, പ്രദേശവാസികൾ ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. നിലവിൽ ആ രീതിയിൽ വളരെ വലിയ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് വീണ്ടും പുഴ ഈ രീതിയിൽ അതിന്റെ മട്ട് മാറിയത്, ഭാവം മാറിയത്. നിലവിൽ കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിക്കുന്ന ഒരു പുഴ, അത് നമുക്ക് കാണാം. ഏതായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായ രീതിയിൽ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ചൂരൽമലയിലെ പുഴയിൽ പെട്ടെന്ന് മലവെള്ളം കുത്തിയൊലിച്ചു വന്നു എന്ന വാർത്ത വരുന്നു. ഉരുൾപൊട്ടിയതാണോ എന്ന് പോലും സംശയമുണ്ട്. എന്തായാലും ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് അപകടം പിടിച്ച രീതിയിൽ പുഴവെള്ളം ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ നദിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകളെ രക്ഷാ ദൗത്യസേന മാറ്റി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ഇവിടെ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ആളുകളെയെല്ലാം കുറച്ചുകൂടി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞോ? ആളുകളെ പരമാവധി ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഇത് തുടർന്ന് രക്ഷാപ്രവർത്തകർ അടക്കം പുഴയിലുണ്ടായിരുന്നു. പൊടുന്നനെ ഇവിടെ കനത്ത മഴയാണ് പെയ്യുന്നത്. ഇതിനിടയിലാണ് വലിയ മലവെള്ളം കുതിച്ച് എത്തിയത്. മുകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് ഉണ്ടായതെന്നാണ് പറയുന്നത്. ആളുകളെല്ലാം തന്നെ പെട്ടെന്ന് ഭയചകിതരായി ഓടുന്ന ഒരു അവസ്ഥയാണ്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടുന്ന അവസ്ഥയാണ് പെട്ടെന്നുണ്ടായത്. ആ മേഖലയിൽ നിന്ന് പോലീസ് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുഴയിൽ ജലനിരപ്പ് വീണ്ടും വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ എല്ലാം തന്നെ പെട്ടെന്ന് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകളെ പൂർണ്ണമായും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അവിടേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് സംഘം. നിലവിൽ നമ്മൾ ഉൾപ്പെടെ നിൽക്കുന്നത് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി നിൽക്കുകയാണ്. ശ്രീകാന്തും അഭിജിത്തും മുഴക്കുന്നും ആ മേഖലയിൽ, ആ പരിസരത്ത്, ആ പ്രദേശത്തുണ്ട്. ആളുകളെ പെട്ടെന്ന് ഒരു നിമിഷ നേരം കൊണ്ടാണ് ആളുകൾ ഓടി ഇവിടേക്ക് മാറുന്നത് കണ്ടത്. തൊട്ടു പിന്നാലെ ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും എല്ലാം തന്നെ തിരിച്ച് വരുന്ന, അതായത് അവിടെ നിന്നും ഓടി തിരിച്ചു വരുന്ന ഒരു വലിയ കാഴ്ചയാണ് പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായത്. ആളുകളോട് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആളുകളാണ് പങ്കുവച്ചത്. ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് അല്പം വാഹനങ്ങളെല്ലാം തന്നെ മാറ്റിയിടുന്ന ഒരു കാഴ്ചയുണ്ട്. മന്ത്രിമാരുടെ സംഘം ഉണ്ടായിരുന്നു. അവര് ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നും വാഹനങ്ങൾ അല്പം മാറ്റി ഇട്ടിട്ടുണ്ട്, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും
ഇത്തരത്തിൽ മലയിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പെട്ടെന്നാണ് പൊടുന്നനെയാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതെന്നാണ് ഇവിടെ ഓടിയെത്തിയ ആളുകളെല്ലാം തന്നെ പങ്കുവെക്കുന്ന വിവരം. ഇത് എന്താണ് ഇതിന്റെ സാഹചര്യം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഈ പെട്ടെന്നൊരു പൊടുന്നനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഓക്കെ, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഈ ചെളിയിൽ പൊതിഞ്ഞുപോയ ആ മനുഷ്യനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെ ഈ KS സിന്ധു അറിയിക്കുന്നു, ആലുവ ശിവക്ഷേത്രം ഏതാണ്ട് അതിൻ്റെ മേൽക്കൂര വരെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയിലാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. പെരിയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, ഇന്ത്യൻ നേവിയുടെ ഒരു 50 അംഗ സംഘം 2 മണിക്ക് വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമാണ് വയനാട്ടിൽ എത്തിച്ചേരുന്നത്. ഏഴിമല നാവിക അക്കാദമിയിലെ നേവി സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധരും ഉണ്ടാകും എന്നുകൂടി ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ മുണ്ടകൈ ഭാഗത്ത് വലിയ മലവെള്ളപ്പാച്ചിലാണ് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. മന്ത്രിമാരടങ്ങുന്ന സംഘവും ആ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാർത്താമാധ്യമ ശൃംഖലയിൽ നിന്നുള്ള ആളുകളുമൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ മുണ്ടക്കൈയിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൻ്റെ കാരണം അവിടെ വീണ്ടും ഉണ്ടായ ഉരുൾപൊട്ടലാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ സാഹചര്യം കൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തുടരുകയാണ്. ഈ ചൂരൽമലയിലെ പാലം പോയതോടെ വല്ലാത്ത അവസ്ഥയിലാണ് കേരളം നെഞ്ചിടിപ്പോടെയാണ് ഈ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്യന്തം വളരെ ആപൽക്കരമായ ഒരു കാലാവസ്ഥാ സാഹചര്യം കൂടിയാണ് വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.